നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം VS മുരാരിക്കുണ്ട്. നമ്മളോടൊപ്പം ചേർന്നു നിന്ന ചില വ്യക്തികൾ, അത് ആണാവട്ടെ പെണ്ണാവട്ടെ, നമ്മളിൽ നിന്ന് ആദായം കുറയുമ്പോൾ അല്ലെങ്കിൽ അവരുടെ തെറ്റുകൊണ്ട് നമ്മൾ അവരെ ഒഴിവാക്കുമ്പോൾ അവർ മറ്റൊരു മേച്ചിൽപ്പുറം തേടുന്നു. അവിടെ നിന്നുകൊണ്ട് നമ്മളുടെ കുറ്റങ്ങളും കുറവുകളും പറയുകയും അതോടൊപ്പം മറ്റൊരാളുമായി ചേർന്ന് ആ വ്യക്തിയെ അധപ്പതനത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്ന ഒരാൾ തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം നിന്നാലും നിങ്ങളെയും അതേ വഴിക്ക് തന്നെ കൊണ്ട് എത്തിച്ചിരിക്കും. അവരിൽ സ്വർണം കായ്ക്കുന്ന സ്വഭാവം ഉണ്ടെന്നാലും അവരുടെ ജാതിയാലുള്ള ചില ശീലങ്ങൾ അവർക്ക് മാറ്റാൻ പറ്റുകയില്ല. അത് ചിലപ്പോൾ ജനുസിൻ്റെ ഗുണമാവാം, ഇല്ലെങ്കിൽ അവർ കുട്ടിക്കാലം മുതൽ വളർന്നു വന്ന രീതികളാവാം. നിങ്ങളും ശ്രദ്ധിക്കുക, അത്തരത്തിലൊരാൾ നിങ്ങളോടൊപ്പം ചേരുമ്പോൾ നാളെ നിങ്ങൾക്ക് വിനയായി ആ വ്യക്തി മാറും. നമ്മളോട് മറ്റൊരാളുടെ കുറ്റം പറയുകയും അയാളെപ്പറ്റി മോശമായി പറഞ്ഞ് നമ്മുടെ ഉള്ളിലേക്ക് വിഷം കുത്തിവെച്ച് തരാനും ഒരാൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അയാളെ വളരെയേറെ നിങ്ങൾ ശ്രദ്ധിക്കണം. മുൻപ് അയാളോടൊപ്പം നിന്നിരുന്ന അല്ലെങ്കിൽ അയാൾ ചേർന്ന് നിന്നിരുന്ന ഓരോ വ്യക്തികളുടെ അടുത്തും അയാൾ കാണിച്ചിരിക്കുന്നതൊക്കെ ഇങ്ങനെ തന്നെയായിരിക്കും. അതാണായാലും പെണ്ണായാലും ഒരേ തരത്തിൽ തന്നെ. നമ്മൾ ചിലരെയൊക്കെ ചില സന്ദർഭങ്ങളിൽ മനസ്സിലാക്കാതെ അവർക്ക് വേണ്ടുന്ന സഹായങ്ങളും ഗുണഗണങ്ങളും ഒക്കെ നമ്മളിൽ നിന്ന് അവരിലേക്ക് അറിയാതെ ഒഴുകിയെത്തും. ഈ ഒഴുകിയെത്തുന്നതിൻ്റെ പ്രവാഹം ഒന്ന് ചെറുതായി നിലയ്ക്കുമ്പോൾ അവർ നമ്മുടെ ശത്രുവിനെ തേടി കണ്ടെത്താൻ പോയിരിക്കും. അതിനുശേഷം അവർ ചെയ്യുന്നതൊക്കെയും നമ്മൾക്ക് വിപരീതം വരുന്ന പ്രവൃത്തികളായിരിക്കും. നമ്മുടെ രഹസ്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഉയർച്ചകൾ, ധനപരമായി മാനസികമായി ഒക്കെ വരുന്ന നേട്ടങ്ങൾ നമ്മൾ മാത്രം നമ്മുടെ മനസ്സിൽ ഒതുക്കി വെക്കാൻ ശ്രമിക്കുക. ഇത്തരത്തിലുള്ള കൂഷ്മാണ്ഡങ്ങൾ കൂടെ കൂടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഇവർ എങ്ങനെ മറ്റേയാളെ കുറ്റം പറഞ്ഞുവോ, അയാൾക്ക് എതിരായി സാക്ഷി പറയാൻ പോയോ, അതേ അവസ്ഥ തന്നെ എനിക്കും വരുമെന്ന് മനസ്സിലാക്കി നമ്മൾ മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. ഇത് ചില വ്യക്തിത്വങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. അവരെ നമ്മൾ കൈവെള്ളയിൽ കൊണ്ടു നടന്നാലും തലയിൽ വെച്ച് കൊണ്ടു നടന്നാലും ഇവരുടെ ഉള്ളിലെ വിഷം ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ മർമ്മസ്ഥാനത്ത് വന്ന് കൊത്തിയിരിക്കും. ഇനിയെങ്കിലും നമ്മൾ അറിഞ്ഞ് ജീവിക്കാൻ ശ്രമിക്കുക. നിങ്ങളും ചിന്തിക്കുക, നിങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തി മറ്റൊരാളോടൊപ്പം നിന്നതിന് ശേഷം അയാളുടെ കുറ്റവും പഴിയും നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെയും അവസ്ഥ നാളെ ഇതായിരിക്കും. ഇതിനൊരു മാറ്റവും ഉണ്ടാകുകയില്ല. നല്ല ഒരു ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.